ഓക്കെ, നമ്മളെ പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ എനിക്ക് അത്ര അടിപൊളിയില്ലാത്തൊരു ചാപ്റ്ററാണ് സ്ട്രേറ്റ് ലൈൻസ്. ഞാൻ പഠിക്കുന്ന കാലത്തും പിന്നെ എൻട്രൻസിലൊക്കെ പോയപ്പോൾ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞ ജോമെട്രിയാണ്. ജോമെട്രിയിലെ വളരെ കാതലായ ഒരു ചാപ്റ്ററാണ് സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് വരാൻ സാധ്യതയില്ല. നമ്മളെ ഡേക്കാർത്തിയല്ലുണ്ടല്ലോ, നമ്മളെ വരാൻ സാധ്യതയില്ല. NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എവിടെ പോയി ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടോ? പേജ് നമ്പർ 157 എക്സാമ്പിൾ 2 ചെയ്യുക, അത് എക്സാമിന് വരൂ. പിന്നെ ഈ പറഞ്ഞ ഇത് എക്സാമ്പിൾസ് കഴിഞ്ഞ സുഹൃത്ത്, പേജ് നമ്പർ 167 എക്സാമ്പിൾ 10 ചെയ്യുക, അത് എക്സാമിന് വരൂ. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ വരാൻ സാധ്യതയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിൽ അധികം നല്ല ലെവൽ കൂടിയ ചോദ്യങ്ങൾ ഈ പാടുന്ന വരുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൽ അവസരം തരാം, അല്ലെങ്കിൽ നിങ്ങൾ പണിയായിപ്പോൾ ചാൻസ് ഉണ്ട്. ആദ്യത്തെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതും അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ പാടത്ത് നമ്മളൊരു മാർക്ക് പോലും മിസ്സാക്കരുത്. നല്ല വെയിറ്റേജിന് എഴുതുന്നൊരു പാടായത്. ഓക്കെ, ഇനി അടുത്ത ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ നാലാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഐഡിയ സ്ട്രോങ് ആവട്ടെ. കാരണം ഇത് നല്ല ട്വിസ്റ്റഡ് ആയിട്ടെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. You without using Pythagoras theorem show that the points this are vertices of a right angle triangle. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കും, എന്നിട്ട് രണ്ടിന് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട്, അതായത് ഇപ്പോൾ ഇതൊരു ABC, ഒരു ABന് സ്ലോപ്പ് കണ്ടുപിടിക്കും, BCനെ സ്ലോപ്പ് കണ്ടുപിടിക്കും, എന്നിട്ട് രണ്ട് സ്ലോപ്പിന് പ്രൊഡക്റ്റ് -1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 2 ലൈൻസ് പ്രകാരം നമുക്ക് മനസ്സിലാവും എന്താണ് 3 points are vertices of a 3 right angle triangle. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയ്യേണ്ട മെത്തേഡ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു ഏഴാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു എട്ടാമത്തെ ക്വസ്റ്റ്യനും ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്നാൽ വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല ഷോ ദാറ്റ് ദ പോയിന്റ്സ് ഇത് ആൻഡ് ഇത് ആർ വെർട്ടിസസ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗണൽസ് ഓഫ് ദ പാരലലോഗ്രാം ഇന്റർസെക്ട് ഈച്ച് അതർ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു മിഡ് പോയിന്റിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് AC = മിഡ് പോയിന്റ് ഓഫ് BC, അതായത് രണ്ടിനും ഒരു പാരലലോഗ്രാമിൽ രണ്ട് ഡയഗണൽസ് ചേർക്കുന്നത്, അത് കോമൺ ആയിട്ട് അതായത് അതിൻ്റെ മീറ്റിംഗ് പോയിന്റ്, അതായത് ആ മിഡ് പോയിന്റ് സെയിം ആണെങ്കിൽ, അതായത് ഈ BDൻ്റെയും ഈ ACൻ്റെയും മിഡ് പോയിന്റ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ABCD ഇസ് എ പാരലലോഗ്രാം. ഇതാണ് ക്വസ്റ്റ്യന് ചെയ്യേണ്ട രീതി. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിനെ ബാക്കി ഇടുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് എക്സാമിന് വരും. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇസ് ഡബിൾ ദ സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ ഇഫ് ടാൻജന്റ് ഓഫ് എൻ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 1/3 ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻസ്. ഓക്കെ, ഇത് കുറച്ച് ഒരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ പോലെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ tan θ = mod of m1 - m2 / 1 + m1 m2. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് m ഉം മറ്റേ സ്ലോപ്പ് എന്ന് പറയുന്നത് 2m ആണ്. അതായത് ഒന്നിനെ ഡബിളാണ് മറ്റേ സ്ലോപ്പ്. അപ്പോൾ m - 2m, പിന്നെ 1 + m × 2m. ഇത് tan θ എത്ര തന്നിട്ടുണ്ട്? 1/3 എന്ന് പറഞ്ഞിട്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് മോഡ് മാറ്റുന്ന സമയത്ത് രണ്ട് വാല്യൂസ് കിട്ടും. അത് ഇതിൻ്റെ ഒരു പ്ലസ് വെർഷനും ഇതിൻ്റെ ഒരു മൈനസ് വെർഷനും. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക. എന്നിട്ട് ഫൈനലി നമുക്ക് രണ്ടിൻ്റെയോ, അതായത് +1/3 എടുക്കുമ്പോൾ ആൻസർ സ്ലോപ്പ് കിട്ടും, -1/3 എടുക്കുമ്പോൾ ഒരു സ്ലോപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് പ്ലസ് വേരിയേഷൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1/2, മൈനസ് വേരിയേഷൻ എടുക്കുമ്പോൾ 1 ആണ്. ദിസ് വിൽ ബി ദ ആൻസേഴ്സ്. ഓക്കെ, ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഏതോ ഒരു ക്ലാസ് ടെസ്റ്റിനാവുന്നൊരു ക്വസ്റ്റ്യൻ ഇത്. അതെന്തിനാ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേങ്കിൽ ഇത് നല്ല രസമില്ല ക്വസ്റ്റ്യൻ. ഇത് എക്സാമിന് പഠിച്ചു നോക്കാം. വെറുതെ നിങ്ങൾ കോമഡി ആക്കാൻ ചാൻസ് ഇല്ല ഒരു ക്വസ്റ്റ്യൻ ആയത്. കോമഡി മീൻസ് നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഇല്ല ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അഥവാ ഇനിയിപ്പോൾ എക്സാമിന് എനിക്ക് കാലക്കേടി ഇനി ക്വസ്റ്റ്യൻ വന്നാലോ എനിക്ക് പേടിയാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇനി ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ പേജ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാ ടൈപ്പിലെ വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ കാരണം ഇതിൽ കുറേ വേരിയസ് ഫോംസ് ഓഫ് ലൈൻ ഉണ്ട്, ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ട്. അപ്പോൾ സ്ലോപ്പ് ഫോം ഉണ്ട്, പോയിന്റ് സ്ലോപ്പ് ഉണ്ട്, പിന്നെ ഇൻ്റർസെപ്റ്റ് ഫോം ഉണ്ട്, അങ്ങനെ കുറേ പാരാമെട്രിക് ഫോം ഉണ്ട്. കുറേ തരം വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇൻ്റർസെക്റ്റിംഗ് എക്സ് ആക്സിസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 3 units ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒറിജിൻ വിത്ത് സ്ലോപ്പ്. ഇങ്ങനെയല്ല പറഞ്ഞു കഴിഞ്ഞാൽ കിളിവാറി പോകരുത്. സംഭവം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഫിഗർ ജോമെട്രി വെച്ചിട്ട് മനസ്സിലാക്കണം. അതേപോലെ വീഡിയോ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റണം. ഇതിൻ്റെ പറഞ്ഞ തിയറി അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസിലോ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം.
ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ആക്ച്വലി ഇതിന് ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞ മറ്റേ പാരാമെട്രിക് അല്ല, സോറി, ഇത് പാരാമെട്രിക്, ഇത് നോർമൽ ഫോമാണ്. ഓക്കെ, നോർമൽ ഫോം. ഇതും ഈ പേജ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്. ഈ 11ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു 16ാമത്തെയും 17ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. ₹17 ലിറ്റർ വരെ എഴുതി വെക്കാം. ഈ ക്വസ്റ്റിന് ചിലപ്പം കുഴപ്പിക്കാൻ ഈ ക്വസ്റ്റിനും വരും. എനിക്ക് അതാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ട് ഇതും സ്ക്രീൻഷോട്ട്, നമ്മൾ സംശയമൊന്നും ബാക്കി വെച്ചാലുണ്ട്. അതിന് അവിടെ വെച്ച് എന്ന് പറയുന്നത് തെളിവാടത്തന്നെ വെച്ച് നശിപ്പിച്ചാല. സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു 19ാമത്തെ ക്വസ്റ്റിനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, ഒന്നും വിടണ്ട. ഇപ്പോൾ ഇനിയിപ്പോൾ അഥവാ ചെയ്യാനല്ല സമയമില്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും അത് സ്കിപ്പ് അടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ചെയ്ത് ഇത് അതേപോലെ റിപ്പീറ്റ് അടിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ ഇത് സ്കിപ്പ് അടിച്ചോ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വേരിയേഷൻ ചെയ്തില്ല ഇത് ചെയ്യുക. പിന്നെ ഇവിടെ ഇതൊരു സ്കിപ്പ് അടിക്കുന്ന പോലെ ഇത് സ്കിപ്പ് അടിക്കുക. ഇത് ചെയ്തിട്ടില്ല ഇത് ചെയ്യുക. ഇത് സ്കിപ്പ് അടിക്കുന്ന പോലെ വേണമെങ്കിൽ സ്കിപ്പ് അടിക്കുക. അങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്ത് വരിക. അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതല്ല കാര്യം. ഞാൻ പിന്നെ എന്താണ് എനിക്കറിയില്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് ഇതാണോ കുറച്ച് ടഫ് അല്ലെങ്കിൽ ഇതാണോ ടഫ് എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നത്. ഓക്കെ, റെഡ്യൂസ്ഡ് പെർപെൻഡിക്കുലർ ഫോം. ഇത് എവിടെ എന്തെല്ലാം x-√y എന്നെല്ലാം പറയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം ഇക്വേഷനിൽ ഉപയോഗിക്കണം, കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് പേജും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പേജും ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്തോ. ഒരു ചോദ്യം പോലും ഞാൻ വിടാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ഒന്നും നോക്കണ്ട, അത്രയേ ഉള്ളൂ. കാരണം എന്നെ കഷ്ടപ്പെടുത്തിയ ചാപ്റ്ററിനെ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. ഈ ഒരു പേജും ഒന്നും നോക്കണം, സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതെല്ലാം എക്സാമിന് വരാൻ സാധ്യതയില്ല ക്വസ്റ്റ്യൻസിന്. ഞാൻ എല്ലാം വരാൻ സാധ്യതയില്ല ക്വസ്റ്റ്യൻസ് മാത്രമേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. സ്ട്രേറ്റ് ലൈൻസിൻ്റെ കാര്യത്തിൽ മറ്റേലൊക്കെ ഞാൻ ഇന്നേത് വരും അന്നേത് വരും എന്നെല്ലാം പറയുന്നു. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എക്സാം വളരെ ലെങ്തി ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കണമെങ്കിൽ 12 കണ്ട ഇത്രമാത്രം സൊല്യൂഷൻ ഉണ്ട്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നല്ല ക്വസ്റ്റ്യനാണ് ഇത്. ഈ ഒരു പേജ് എൻ്റെ മോനെ ഇത് 12 ഓടി ഇവിടുന്ന് ഓടിക്കിട്ട് ഇവിടുത്തം വരെ ഉണ്ടാ എൻ്റെ ചെങ്ങായി ഇടിവാറിപ്പോല്ലോ. ഇതും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. നല്ല 14ാമത്തെ നല്ല തകർപ്പൻ A+ ലെവൽ ക്വസ്റ്റ്യൻ. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു 15ഉം 16ഉം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇതൊക്കെ എന്തൊക്കെയോ കുറച്ചും കൂടി ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്യുക. ഇത് കുറച്ചും കൂടി A+ ലെവൽ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ വേണ്ടിയൊക്കെ പറയാൻ കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എനിക്ക് തോന്നുന്ന 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഹെൻസ് ദി പ്രൂഫ് വരെ. ഈ ഒരു P ക്വസ്റ്റ്യന് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് P is the length of perpendicular from origin to the line whose intercepts on the x-axis are A and B, then show that 1/p² = 1/a² plus 1/b². ഇനി ഉപയോഗിക്കേണ്ട ഫോർമുല നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. മോഡുലസ് ഓഫ് ax1 + by1 + c ഡിവൈഡ് ബൈ √a² + b² ഹോൾ മോഡുലസ്. അതിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അത് വേണ്ടിയെങ്കിൽ ഞാൻ ചെയ്യാം. x/a + y/b = 1 ഫോർമാറ്റ് ഉള്ളത്. അപ്പോൾ x/a + y/b ആ 1 ഇപ്പുറത്ത് വരെ -1. അപ്പോൾ ഡിസ്റ്റൻസ് എന്താ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ 0 എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, 0. പിന്നെ ബീൻ്റെ സ്ഥാനത്തും അതായത് എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 0, ബീൻ്റെ അതായത് വൈൻ്റെ കോഫിഷ്യൻറ്റ് 0, പിന്നെ ഒരു -1 ഡിവൈഡ് ബൈ √1 ഇതിൻ്റെ സ്ക്വയർ a² + 1/b². ആക്ച്വലി അതെന്താ സംഭവം എന്ന് വെച്ചാൽ എ ഉണ്ട് 1 എന്ന് പറയുന്നത് A1 ബിയും 1 തന്നെ. പക്ഷേ എന്തുണ്ട് ഈ പറഞ്ഞ നമ്മളൊരു കാര്യം ചെയ്ത് സോറി എ എന്ന് പറയുന്നത് 1/a², ബി എന്ന് പറയുന്നത് 1/b². പക്ഷേ എന്തുണ്ട് ഇവിടെ x1 y1 ഒക്കെ കാരണം ഇവിടെ എന്താ പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ x1 y1 എന്ന് പറയുന്നത് 0. നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതാണല്ലോ നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഇവിടെ 0 0 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്ന ഇത് ഭൂം 0 ആയി. അതാണ് ഇവിടെ കാണുന്നത് 0. ഇത് ചെയ്യുന്ന ഇതും 0 ആയി. അതാണ് ax1 ഭൂം 0, by1 ഇതും 0. കാരണം x1 y1 അല്ല 0 ആണ്. പിന്നെ ഇവിടെ ഒരു -1 ഉണ്ട്. √a² എന്ന് പറയുമ്പോൾ 1/a² പ്ലസ് b² എന്ന് പറയുമ്പോൾ 1/b² = p. എന്താ കണ്ടുപിടിക്കേണ്ടത് 1/p² = 1/a² + 1/b² അല്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു -1 വരും. ഈ മൈനസ് അതായത്
-1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് 1/a² + 1/b². എന്തായാലും ഈ -1ൻ്റെ മോഡുലസ് എന്തായിക്കോളും പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ 1. അപ്പോൾ p = 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ പറഞ്ഞ എന്താണ് 1/a² + 1/b². അപ്പോൾ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അപ്പോൾ എന്താ ഇതിനെ തിരിച്ചിട്ട് p/1 എന്നുള്ളത് തിരിച്ചിട്ടപ്പോൾ എന്തായി മാറി റെസിപ്രോക്കൽ എടുത്ത് അപ്പോൾ 1/p ആയി. അപ്പോൾ ഇതും തിരിഞ്ഞ് അപ്പോൾ റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ a² + 1 ഡിവൈഡ് ബൈ a² + 1 ഡിവൈഡ് ബൈ b². ഇനി രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്ത് അപ്പോൾ എന്താ ഇവിടുത്തെ സ്ക്വയറും റൂട്ടും തട്ടിപ്പോയി. ഇവിടെ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, p-ൻ്റെ സ്ക്വയർ p². അപ്പോൾ 1/p² = 1/a² + 1/b². ഹെൻസ് ദി പ്രൂഫ്. ഇങ്ങനെ ഇത് പ്രൂവ് ചെയ്ത്. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ പറഞ്ഞ ഈ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് കുറച്ച് അധികം എന്താണ് ഹൈ ലെവലാണ്. നിങ്ങൾക്കത് അത്യാവശ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ പേപ്പറിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങൾ ചെയ്തു വെച്ചോ. ഇത് കാരണം ഇവിടെ 2 പാഠങ്ങൾ ഇത് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. കാരണം 2 പാഠം ക്ലബ്ബ് ഉണ്ട്. നിങ്ങൾ സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾ തൊട്ട് മുൻപിലെ ചാപ്റ്ററും പിന്നെ ഈ സ്ട്രേറ്റ് ലൈൻ സീക്വൻസ് ആൻഡ് സീരീസ് തമ്മിലുള്ള ക്ലബ്ബാണ്. പക്ഷേ ഒരു മിനിറ്റ്, AP നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡിലീറ്റഡ്. കാരണം എന്താ, അർത്ഥമെറ്റിക് പ്രോഗ്രസ് നിങ്ങൾക്ക് പഠിക്കാനല്ലോ. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് വിട്ട്. കാരണം അത് ഡിലീറ്റഡ് സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് എന്തായാലും എക്സാമിന് വരില്ല. ഇത് വേണ്ടിക്കേ വരാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ആ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ബാക്കി ഇത്രക്കാര്യം അതാണ് ഈ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. നല്ല ലെങ്തിയാണ്. അതും ചെയ്യുക, നാലാമത്തെ ക്വസ്റ്റിനും ചെയ്യുക. എല്ലാ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ബാക്കിയുണ്ട്. 5ാമത്തെ ക്വസ്റ്റിന് 6ാമത്തെ ക്വസ്റ്റിനെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക, ചെയ്യുക, പഠിക്കുക. ആ 6ാമത്തെ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അതും ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് ഭയങ്കര ടഫ് ലെവൽ. അത് പോട്ടെ, സ്കിപ്പ് പഠിച്ചോളാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ 7x + y - 16 = 0 വരെ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ഇനി പാർട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ നാളത്തേക്കൊന്നും ഇനി ബാക്കി വെക്കുന്നില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ്. ഇനി ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് ഇത് 2,2 ആൻഡ് കട്ടിംഗ് ഓഫ് ഇൻ്റർസെപ്റ്റ്സ്. അയ്യോ, ഒരു വേണ്ടി ചീർപ്പായിട്ട് എടുക്കട്ടെ. ഇൻ്റർസെപ്റ്റ്സ് ഓൺ എന്താണ് ഓൺ ദ ആക്സിസ് ഹൂസ് സം ഈസ് 9. അപ്പോൾ ഇത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ x/a + y/b = 1. സം ഓഫ് ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് a, b. ഇത് എത്ര വന്നിട്ടുണ്ട്? ഇതിൻ്റെ സം എത്ര വന്നിട്ടുണ്ട്? 9 വന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഈ പറയുന്ന പോയിന്റിലൂടെ കൂടി പാസ് ചെയ്യുന്ന ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ x-ന് 2 ഇട്ട് കൊടുക്കുക, y-ക്ക് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2/a + 2/b = 1. അപ്പോൾ ഒരു കാര്യം ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷനിൽ എന്താണ് നമുക്ക് എൻ്റെ പകരം അല്ലെ ബിൻ്റെ പകരം b = 9 - a എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ 2/a + 2 ഡിവൈഡ് ബൈ ബിന് പകരം 9 - a = 1. കാരണം നമുക്ക് a എന്ന് പറയുന്ന ടേം എൻ്റെ ടേംസ് കിട്ടേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 9 - a + 2a = എന്താണ് ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലൈ സാധനം ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് a × 9 - a. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. a² - 9a + 18 = 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിക്കൽ a = 6. ഇത് ഞാൻ അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്താണ് അത്യാവശ്യം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് സോൾവ് ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേകിച്ചൊരു ഇത് തോന്നുന്നില്ല. കാരണം നമ്മളെന്താണ് പരമാവധി അറിയാത്ത സ്റ്റെപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കണം. അറിയുന്ന സ്റ്റെപ്പ് നമ്മളിങ്ങനെ കൂടുതൽ പറഞ്ഞതിനെ കൊണ്ട് കാര്യം നടക്കില്ല. മോർ ഡിഫിക്കൽട്ട് സ്റ്റെപ്സാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്നിക്കൽ a എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 3. അപ്പോൾ a 6 ആകുന്ന സമയത്ത് അപ്പോൾ b എന്താവും 9 - 6 അപ്പോൾ 3. a 3 ആകുന്ന സമയത്തോ അപ്പോൾ b എന്ന് പറയുന്നത് 9 - 3 6 അത്രയേ ഉള്ളൂ b. അപ്പോൾ ഇത് ജസ്റ്റ് 2 പെർമ്യൂട്ടേഷൻസ് ആണ്. ഒന്നിക്കൽ ഇക്വേഷന് x/6 + y/3 = 1 ഓർ x/3 + y/6 = 1. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് 2 ഇക്വേഷൻസ് ഉണ്ടാക്കില്ല. ഇത് വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു ഇപ്പോൾ 3 × x + 6 × y ഇസ് 3 × 6 എന്ന് പറയുമ്പോൾ 18. അത് അപ്പുറത്ത് പോകുമ്പോൾ 18. അപ്പോൾ 3x + 6y = 18 ഇക്വേഷൻ നമ്പർ. ഇത് ഒരു ഇക്വേഷൻ ഒരു കേസ്. അല്ലെങ്കിൽ ഇവിടെയോ 6x + 3y = 18. 6x + 3y = 18. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് x + 2y = 6. അതായത് എല്ലാത്തിനും ഒരു 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ അതാക്കുകയാണെങ്കിൽ x + 2y = 6. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി കഴിഞ്ഞാലോ 2x + y = 6. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇന്നത്തെ ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 0,2 മേക്കിംഗ് ആൻ ആംഗിൾ 2π/3 എന്ന് പറയുന്നത് 120 ഡിഗ്രി വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. അതായത് ഇതിനാണ് ആക്ച്വലി പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇത് ഈ താഴോട്ടേക്കുള്ളത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓൾസോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ഇറ്റ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 0,2 അവിടെ ഇവിടെയാണ്. അതപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് 120 ഡിഗ്രി. ഓക്കെ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വരച്ചിട്ട് എന്താ ഇങ്ങനെ ഉണ്ട് 120 ഡിഗ്രി ആംഗിൾ ഉണ്ട്. കാരണം 120 എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ വരെ 90 അല്ലല്ലോ, ഇതും കഴിഞ്ഞിട്ടും പോകണ്ടേ. അപ്പോൾ അത് 120 ഡിഗ്രി.
അപ്പോൾ ഇതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കണം. ക്രോസിംഗ് ദ വൈ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ബിലോ ദ ഒറിജിൻ. അപ്പോൾ ഇതാണ് ഇതൊരു 0,-2 കട്ട് ചെയ്യുന്ന രീതിയിൽ 2 യൂണിറ്റ്സ് ബിലോ, അതായത് ഒറിജിൻ 2 യൂണിറ്റ്സ് ബിലോ ആണ്. അപ്പോൾ 0,-2 ഇങ്ങനെ ഒരു ലൈൻ പാരൽ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം M = tan θ. സ്ലോപ്പ് കിട്ടണമെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ tan θ എടുത്താൽ മതി. tan 2π/3 എന്ന് പറയുമ്പോൾ അപ്പോൾ tan എന്താണ് π മൈനസ് എന്താണ് π/3 ആണല്ലോ. 3π - π/3 എന്ന് പറയുമ്പോൾ tan 2π/3 ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ π ആണെങ്കിൽ π - π/3 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിൽ tan നെഗറ്റീവാണ്. അപ്പോൾ -tan π/3. tan π/3 എത്ര ഈ പറഞ്ഞ √3 ആണ്. അപ്പോൾ എന്താണ് M = -√3. ഇതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻ. ഇങ്ങനെ ഒരു വര വരച്ച് പിന്നെ ഇതാ അത് 0,2 ഇത് 0,-2. ഞാൻ വരച്ച അതേ ഫിഗർ തന്നെയാണല്ലോ. ഓക്കെ, വരച്ച അതേ ഫിഗറാണ്. ഹെൻസ് ഇക്വേഷൻ ഓഫ് AC A,C ഇക്വേഷൻ. അപ്പോൾ എന്താ സ്ലോപ്പ് അറിയാം, പിന്നെ എന്താ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് പോയിന്റ് ഫോം ഉപയോഗിക്ക് y - y1 = m × x - x1 y - y1 = 2 സ്ലോപ്പ് -√3 × x -x1 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന ഇത് √3x + y - 2 = 0. ഇതാണ് നമ്മളെ വേണ്ട ലൈനിൻ്റെ ഇക്വേഷൻ. അതേപോലെ ഇതിന് പാരലായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 0,-2. അപ്പോൾ അതായത് പാരലലിസം ഓഫ് 2 ലൈൻസിൻ്റെ കണ്ടീഷൻ എന്താ? സ്ലോപ്പ് m1 = സ്ലോപ്പ് m2. 2 ലൈൻസ് തമ്മിൽ പാരലൽ ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്താണോ അതിൻ്റെ തന്നെ ആയിരിക്കും ഇതും സ്ലോപ്പ്. അപ്പോൾ 2 സ്ലോപ്പ് തമ്മിൽ ഈക്വൽ ആണ്. ഇപ്പോൾ ലൈൻ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിലോ രണ്ടിൻ്റെ സ്ലോപ്പിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1. ദിസ് ഈസ് പെർപെൻഡിക്കുലാരിറ്റി, ദിസ് ഈസ് പാരലലിസം ഓഫ് 2 ലൈൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് എന്താണ് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഇത് എങ്ങനെ കിട്ടി? കാരണം ഇതിൻ്റെ 2 ലൈൻസും പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ എന്താണോ സ്ലോപ്പ് നമുക്കിപ്പോൾ ഇവിടെ M = tan 2π/3 എടുത്തപ്പോൾ -√3 കിട്ടി. ഇത് തന്നെയായിരിക്കും കൂടിയും വരിക. M = -√3. സിമ്പിൾ പാരലലിസം. അപ്പോൾ എന്താണ് ഈ കാര്യം ചെയ്ത് ഇത് x, y വീണ്ടും സ്ലോപ്പ് ഫോർമാറ്റ് സ്ലോപ്പ് പോയിന്റ് ഫോർമാറ്റ് y - -2 = -√3 × x - 0. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് √3x + y + 2 = 0. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടും സെയിം ആണ് ഇക്വേഷൻ. ജസ്റ്റ് അടി വ്യത്യാസമില്ലൂ. ഇവിടെ ഒരു +2 ആണ്, ഇവിടെ -2 ആണ്. ജസ്റ്റ് ആ കോൺസ്റ്റൻറ്റിലുള്ള സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത. അതായത് എക്സിൻ്റെ കോഫിഷ്യൻറ്റ് സെയിം, വൈൻ്റെ കോഫിഷ്യൻറ്റ് സെയിം, ജസ്റ്റ് ആ കോൺസ്റ്റൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ദാറ്റ് ഈസ് ദ എന്താണ് സിമിലർ ദാറ്റ് ഈസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് പാരലൽ ലൈൻസ്. അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏകദേശം സെയിം ആണ്. ആകെ കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം വരുമെന്ന് പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദീസ് 2 ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ. ഇതോടുകൂടി പാഠം അവസാനിച്ചു. താങ്ക് യു.